ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, നിഷ്വാൻ്റെ. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, പഴവും മുട്ടയും കൂടിയിട്ട് ഉണ്ടാക്കി. അപ്പോൾ അതും ചായയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പണിയെല്ലാം ചെയ്ത് ഒരു ഉച്ച 2 മണി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ബർത്ത്ഡേ ആയതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇപ്രാവശ്യം കേക്കൊന്നും വാങ്ങുന്നില്ല, കേക്കൊന്നും വേണ്ടെന്ന് നിഷ്വാദിയെ പറഞ്ഞു. ഉമ്മ കേക്കെല്ലാം മുറിക്കുക, ചെറിയ കുട്ടികളല്ല, കേക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓട്ടോ കയറിയിട്ട് പുറത്തേക്ക് പോവാണ്. 2:30 മണി അങ്ങനെ അതിന് നല്ല ചൂടാണ്, നല്ല പൊരിവെയിലാണ്. ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, ഗസാർ മന്തിയിൽ പാറാലുള്ള. അപ്പോൾ അടുത്ത് തന്നെയുള്ള കുറേ ദിവസമായി മന്തി കഴിക്കണമെന്ന് പറഞ്ഞു. ഇതിന് മുമ്പിട്ട് ഞങ്ങളിങ്ങനെ മന്തി കഴിക്കാൻ പോയിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ ഷോപ്പ് അടച്ചിട്ട് തന്നെയുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. പിന്നെ ഈ ചൂടായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. എപ്പോഴും കഴിക്കണം എന്ന് പറയാമെന്നല്ലാണ്ട് പോരില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കെല്ലാം പിന്നെ നിക്കാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് വരും. അന്നേരം ഈ ഫ്രൈഡ് ചിക്കനും പിന്നെ അൽഫാമെല്ലാം എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അതാണ്. അപ്പോൾ അതാണ് വാങ്ങൽ. അപ്പോൾ ഞങ്ങൾക്ക് മന്തിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണേ. ഗൾഫിലുള്ള പോലത്തെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ്. ഇതുവരെ ഇങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. മുഖമെല്ലാം ഇങ്ങനെ പൊള്ളുന്ന പോലെ ഉണ്ടാവും നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. പിന്നെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ, ഇവരെ റിസൾട്ടെല്ലാം അറിഞ്ഞ് ഇനിയിപ്പോൾ ബാഗും യൂണിഫോമെല്ലാം വാങ്ങാൻ പോകണം. ഈ ചൂട് ആലോചിക്കുമ്പോൾ പുറത്തിറങ്ങാനേ തോന്നുന്നില്ല, അയിറ്റാ ചൂടാണ്. ബർത്ത്ഡേക്ക് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ്, അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്ത് വന്ന് മോളിങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ പിന്നെ അവൾ വിചാരിച്ചതിലും നല്ല അടിപൊളിയിൽ തന്നെ നടന്ന്. പിന്നെ അവൾക്ക് പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടീന്. കാരണം അവർ കൊടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടത്, എൻ്റെ ആങ്ങൾ കൊടുത്ത ഡ്രസ്സ്. പിന്നെ വേറെയും 1-2 ഗിഫ്റ്റൊക്കെ കിട്ടീന്. ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. പിന്നെ അവൾ ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞേനു, എന്നിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഗസർ മന്തിയിലെത്തി. പിന്നെ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ പിന്നെ എത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കിട്ടീന്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നപ്പോൾ തന്നെ സമയമായിന്. പിന്നെ നിഷ്വാൻ്റെ ബർത്ത്ഡേ ബ്ലോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലോണം വീഡിയോ എല്ലാം എടുത്തിന്. ഞങ്ങൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ച്. ഒന്നും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമില്ലാത്ത, പിന്നെ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ച് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള മുഹമ്മദും എല്ലാം അത്യാവശ്യം തന്നെ ചോറ് കഴിച്ചിന്. മോനും ഒറ്റയ്ക്ക് തന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇളയാൾ ഹൈസിനും അവനും ഒറ്റയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തത്. അങ്ങനെ കയ്യിലൊക്കെ മയോണീസൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാലും അവന് വേണ്ടുന്നത് കുറച്ചവന് കഴിച്ചിട്ട് എടുങ്ങാറാക്കലൊന്നും ഇല്ലേനു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ അവസാനം ഇതാണ് നമ്മൾ പ്ലേറ്റിൻ്റെ ഒരു അവസ്ഥ. എല്ലാവരും നല്ല തുടച്ച് കഴിച്ചിന്. പിന്നെ ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം, ആ ഒരു അവസ്ഥയിലുള്ളത്. പിന്നെ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ വേഗം തന്നെ ഓട്ടോ കിട്ടീന്. വീട്ടിലെത്തുമ്പോൾ നിഷ്വയ്ക്ക് വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. നെച്ചുവിൻ്റെ ഉപ്പ ഓർഡർ ചെയ്തിനു കേക്ക്, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. കേക്കും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചിപ്സും കാര്യങ്ങളെല്ലാം, ഈ തേനുണ്ട ഉള്ളുണ്ടെല്ലാം പോലത്തെ സാധനങ്ങളില്ല, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും എല്ലാം കൊടുത്തയച്ചിനു. പിന്നെ ഓറഞ്ച് ലഡു, അത് എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ എനിക്ക് സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അയച്ചതാണ്. അപ്പോൾ നിഷ്വയ്ക്ക് 14 വയസ്സായി. അപ്പോൾ ഇതുവരെ കേക്ക് എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ കേക്ക് വാങ്ങാറുണ്ട്, കട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഓള് പറഞ്ഞത് വേണ്ട, കേക്കൊന്നും വേണ്ട. പക്ഷേ കേക്ക് കണ്ടപ്പോൾ നല്ല ഹാപ്പി. അപ്പോൾ കേക്ക് വേണമായിരുന്നു. പിന്നെ എന്തിനാന്നുള്ള പോലെ പറഞ്ഞതാണ്, ഞാൻ ചെറുതൊന്നുമില്ലല്ലോ എന്നല്ല. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. പിന്നെ ഇന്ന് നെച്ചുക്ക് പിന്നെ ഗിഫ്റ്റായിട്ട് ഒരു ഷൂസും അതുപോലെ ഒരു വാച്ചും കിട്ടീന്. അപ്പോൾ ഫുള്ള് ഹാപ്പിയാണ്. ചായ ഒരു വികാരമാണെന്ന് പറയുന്ന പോലെ ഈ ലഡു ഒരു വികാരമാണ് കേട്ടോ. അപ്പോൾ ഈ ലഡു പെട്ടെന്ന് തന്നെ കാലിയായിന്. പിന്നെ കറുമുറു സാധനങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർക്കും ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെല്ലാം നിഷ്വ എടുത്ത് നോക്കുകയാണ്. പിന്നെ എള്ളുണ്ട, തേനുണ്ട, പിന്നെ മസാലക്കടല, മഞ്ഞ മിക്സ്ചർ. മസാലക്കടലയും മഞ്ഞ മിക്സ്ചർ ഓൾ ഫേവറേറ്റ് ആണ്. പിന്നെ അഭ്യർത്ഥി അതെല്ലാം ഉണ്ടേനു. പിന്നെ ആർക്കും കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടേനു. അപ്പോൾ ഓൾ നല്ല ഹാപ്പിയായി. ഓൾ മാത്രമല്ല നമ്മളും ഹാപ്പി.
പിന്നെ അപ്പോൾ ഹൈജീൻ എൻ്റെ ഇളയാൾ അതെല്ലാം പൊളിച്ചിട്ട് കഴിക്കാൻ തുടങ്ങിന്. പിന്നെ അപ്പോഴത്തേക്ക് വൈകുന്നേരമെല്ലാമായി. പിന്നെ നിശ്വ ലാപ്ടോപ്പും കൊണ്ടിരുന്ന്. വൈകുന്നേരം ഭയങ്കര ചൂട് തന്നെയാണ് വൈകുന്നേരമായിട്ടും. പിന്നെ മുഹമ്മദും പിന്നെ എല്ലാവരും കൂടെ പുറത്ത് വൈകുന്നേരം ഒന്ന് കളിക്കാൻ പോകും. അപ്പോൾ ഇന്ന് സൈക്കിൾ എടുത്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എൻ്റെ അനിയത്തീൻ്റെ മോനും കൂടെ ഉണ്ട്, ആങ്ങളുടെ മോളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ രണ്ടാളും ഭയങ്കരമായിട്ട് സൈക്കിൾ വന്ന് കളിയാണ്. റെയ്ഹാനും പിന്നെ ആമിഷും ഭയങ്കര ഫാസ്റ്റിലെല്ലാം ഓടിച്ച് കളിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ, ഞാൻ പറയും യൂട്യൂബിലിടും, ജനലക്ഷങ്ങളെല്ലാം കാണുന്ന വീഡിയോ. അപ്പോൾ അവന് സ്പീഡിൽ ഓടിക്കുകയാണ് രണ്ടാളും. വെയിൽ കുറച്ച് കുറവുണ്ടെങ്കിലും നല്ല ചൂടുണ്ട്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വേർക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കലാണ്. പിന്നെ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് രണ്ടിനും. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വെള്ളം കുടിക്കാൻ മടിയാന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ഹൈജീനും ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഹൈജീൻ്റെ സൈക്കിൾ അങ്ങനെ പുറത്ത് ഇറക്കാറില്ല, അവനകത്ത് നിന്ന് തന്നെ കളിക്കുകയാണ്. ഇവർ കളിക്കുന്ന കാണുമ്പോൾ അവനും ഇറക്കണം എന്ന് പറയും, പുറത്തിറക്കണം എന്ന് പറയും. പക്ഷെ ഇടുങ്ങാറ്, അത്യാവശ്യം കാറും എല്ലാം പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ നീ അകത്തുനിന്ന് കളിച്ചോന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് പിന്നെ സൈക്കിൾ ഓടിക്കുന്ന. അന്നേരം എൻ്റെ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ അത് അവനെ കാണിക്കണം. അപ്പോൾ വേഗം തന്നെ ഇങ്ങ് ഇറങ്ങി. അപ്പോൾ കുറച്ച് അവൻ്റെ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും വന്ന് കർണോറെല്ലാം വന്നപ്പോൾ കർണോറയും കാത്തു നിന്നതാണ് നിശ്വ, എൻ്റെ ആങ്ങളാറ് രണ്ടാൾ. അപ്പോൾ അവരെല്ലാം വന്നേരാണ് കേക്ക് കട്ട് ചെയ്തത്. എല്ലാവരെയും ഒരുമിച്ച് നിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കൽ തന്നെ വലിയ പണിയാണ്. അപ്പോൾ നിശ്വ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ അതുപോലെ കേക്കും കട്ട് ചെയ്ത് അതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ ഹൈജീന് അതിൻ്റെ മേലുള്ള ഡെക്കറേറ്റ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ പീസെല്ലാം എടുക്കാൻ നോക്കുന്നുണ്ട്. അവസാനം അവനെ സമാധാനിപ്പിച്ചിട്ട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അവനും കൊടുത്ത്. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കേക്ക് ഫുള്ള് കാലിയായിന്. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ആൾക്കാരുണ്ടല്ലോ, 1 kg കേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് 14 വയസ്സായി. എത്ര വേഗമല്ലേ വർഷങ്ങളെല്ലാം പോകുന്നത്. അപ്പം ദിവസങ്ങളെല്ലാം ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഓരോ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച മാസങ്ങളെല്ലാം. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഇപ്പോൾ വലിയ പെരുന്നാളാവാനായി. അതെല്ലാം പോട്ടെ, ഇപ്പോൾ സ്കൂള് വെക്കേഷൻ തുടങ്ങിയിട്ട് 1 മാസം കഴിയാനായില്ലേ. ഇതാന്ന് പറഞ്ഞിട്ട് പോയില്ലേ, ഇനി 1 മാസം കൂടിയേ ഉള്ളൂ. നീച്ച് പറയുന്നുണ്ട്, ഉമ്മ ഉറങ്ങാൻ വരെ സമയം കിട്ടിയില്ല, ഇനിയിപ്പോൾ അടുത്ത മാസം ഇപ്പോൾ ബുക്ക് വാങ്ങണോ, ബാഗ് വാങ്ങണോ, അതിൻ്റെ ബുക്കും എല്ലാം കൂടായി. ഇപ്പം തന്നെ സ്കൂളും തുറക്കുമല്ലോ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വേഗം തന്നെ സ്കൂൾ തുറന്നാൽ മതിയേനു. ഇപ്പോൾ കുട്ടികളെല്ലാം കേക്കെല്ലാം തിന്ന്. പിന്നെ ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കിനേനു, അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ഒരു പുഡിങ്, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് തന്നെ. അപ്പോൾ അതും കൂടി നമ്മളിന്ന് സെർവ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. വീണ്ടും ഒരു വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബായ്.